തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് കൊലക്കേസിലും വിധി ഇന്ന്. മംഗലപുരം സ്വദേശി സുധീഷിനെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. സാജിദ് അജ്മൽ വിവരങ്ങളുമായി. സാജിദ്, എപ്പോഴാണ് വിധി? നിഷാദ്, ഗുണ്ടാ പകയുടെ പേരിലുള്ള വലിയ നാടിനെ നെട്ടിപ്പിച്ച ഒരു കൊലപാതകമാണ് 2021 ഡിസംബർ 11 നടന്നത്. ഈ സുധീഷും ഇതിലെ ഒന്നാം പ്രതിയായ ഉണ്ണി എന്ന സുധീഷും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിലാണ് ഈ കൊല്ലപ്പെട്ട ഈ മംഗലപുരം സ്വദേശിയായ സുധീഷിന്റെ കാൽ വെട്ടിയെടുത്തത്. ഈ 11 അംഗ സംഘം കാൽ വെട്ടിയെടുത്ത് പിന്നീട് ഈ കാല് വലിച്ചെറിയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഇത് പിന്നീട് രക്തം വാർന്നാണ് ഈ സുധീഷ് മരിച്ചത്. ഇതിൽ ഏറ്റവും നിർണായകമായത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ കോടതിയിൽ ഈ സാക്ഷികളായി പലരും ഉണ്ടായിരുന്നെങ്കിലും ആളുകൾക്ക് ഈ ഗുണ്ടകളായതുകൊണ്ട് തന്നെ സാക്ഷി പറയാൻ വലിയ ഭയമായിരുന്നു. ഒട്ടകം രാജേഷ് എന്ന ഈ വലിയ കുപ്രസിദ്ധി നേടിയ ഈ ഗുണ്ടയും ഇതിലെ മൂന്നാം പ്രതിയാണ്. ഈ സുധിയും ഒട്ടകം രാജേഷും അടുത്ത സുഹൃത്തുക്കളാണ്. ഈ സുധിക്ക് വേണ്ടിയാണ് ഒട്ടകം രാജേഷ് കൂടി ഈ കൊലപാതകത്തിൽ പങ്കാളിയായത്. അതുകൊണ്ട് തന്നെ ഈ സാക്ഷി പറയാൻ പലരും ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ ഏറ്റവും ഈ പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഇവർ ഈ പോത്തൻകോട് വഴി സഞ്ചരിച്ച CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. അതിൽ കാൽ വലിച്ചെറിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് ഈ ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ചെയ്ത പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നൊരു ആവശ്യമാണ് ഈ കോടതിയിൽ ഈ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ വിധി പറയും. കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് SC/ST പ്രത്യേക കോടതി ജഡ്ജി A. ഷാജഹാനാണ് വിധി പറയുക. ശരി, സാജിദാണ് വിവരങ്ങൾ നൽകിയത്.